ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ മുണ്ടക്കയം പോകുന്ന സമയത്ത് വഴി സൈഡിൽ കണ്ട ഒരു ഹോട്ടലായിരുന്നു മൗണ്ടൻ വ്യൂ റെസ്റ്റോറൻറ്റ്. പേര് പോലെ തന്നെ അതിമനോഹരമായ വ്യൂ പോയിൻ്റ് ഉള്ള ഒരു ഹോട്ടലാണ് മൗണ്ടൻ വ്യൂ റെസ്റ്റോറൻറ്റ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നല്ലേ? കുട്ടിക്കാനത്ത് നിന്നും മുണ്ടക്കയം പോകുന്ന വഴിയിൽ പെരുവന്താനം പഞ്ചായത്തിൽ അമലഗിരി എന്ന സ്ഥലത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സാധാ ഹോട്ടലായി തോന്നുമെങ്കിലും അകത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഈ ഹോട്ടലിനുള്ളത്. അപ്പോൾ ഫുഡിന് ഓർഡർ എടുക്കാൻ വന്ന ചേട്ടനോട് ഞാൻ ജസ്റ്റ് ചോദിച്ചു, ചേട്ടാ ഇവിടെ എപ്പോഴും ഇങ്ങനെയാണോ എന്ന്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, മോനെ ഇങ്ങനെയല്ല, ഇതിലും അടിപൊളിയായിരിക്കും. നവംബർ ഡിസംബർ മാസങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ നല്ല കട്ടുകുത്തി മഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഈ അന്തരീക്ഷം ഫുള്ളും തണുപ്പായിരിക്കും. അത് ആ ടൈമിലാണ് ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകൾ വരുന്നത് എന്നെല്ലാം പറഞ്ഞു ആ ചേട്ടൻ. പിന്നെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ട് വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് വഴി സൈഡിൽ കണ്ടൊരു കാഴ്ചയാണ് മഞ്ഞിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ പറന്ന് മറ്റൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പറന്നിറങ്ങുന്ന ഒരു കാഴ്ച. അതെന്ത് രസമെന്ന് പറയുക കാണാനായിട്ട്. ഞങ്ങളങ്ങനെ വണ്ടി ഇങ്ങനെ സൈഡാക്കി ഗ്ലാസ് എല്ലാം ഇറക്കി ഞങ്ങളിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നേ. അപ്പോൾ പൊന്നൂസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് വളരെ ഇഷ്ടമാണ്. ഈ സ്ഥലത്താണെങ്കിൽ ഒത്തിരി കുരങ്ങന്മാരൊക്കെ ഉള്ളതാണ്. പിന്നെ ഞങ്ങളിങ്ങനെ കുരങ്ങന്മാരെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ആ മഞ്ഞിൻ്റെ ഇടകൂടെ ആ സൈഡോടെ ഒരു കുരങ്ങൻ ആദ്യം വന്നു. അത് കുറച്ച് നേരം ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഇരുമ്പിന്റെ അവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അത് പതിയെ അവിടെ നിന്ന് നടന്നു നീങ്ങി. അപ്പൊ പൊന്നൂസ് ആകെ സൈഡായി. അപ്പോഴേ വരുന്ന അടുത്തൊരു കുരങ്ങൻ. അത് ആദ്യം വന്നു പമ്മിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നല്ല സ്പീഡിൽ ഇങ്ങനെ വന്ന് നമ്മുടെ വണ്ടിയുടെ സൈഡിലൊക്കെ എത്തി അതങ്ങ് നടന്നു പോയി. അത് കഴിഞ്ഞ് വേറൊരു കുരങ്ങനെ അവിടെ പതിയെ ഇങ്ങനെ വന്ന് അവിടെ കാര്യമൊക്കെ അന്വേഷിച്ച് അവനൊരു സൈഡിൽ ഇങ്ങനെ ഇരിപ്പായി. ഇരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പൊ പൊന്നൂസിനാണെങ്കിൽ ഒത്തിരി സംശയങ്ങളാണ്. പൊന്നൂസിന് സംശയങ്ങൾ തീർക്കാനായിട്ട് ഞങ്ങൾ അമ്മയെ ഏൽപ്പിച്ചു. അപ്പൊ പിന്നെ അമ്മയും പൊന്നും തമ്മിൽ നല്ല ബോണ്ടിങ് ആയതുകൊണ്ട് അവർ തമ്മിൽ സംശയങ്ങളെല്ലാം തീർത്ത് ക്ലിയർ ചെയ്തോളൂ. അങ്ങനെ കുരങ്ങനെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് അടുത്ത കുരങ്ങൻ വരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, എടാ കൊച്ചു കുരങ്ങനെ കണ്ടോട്ടെ, നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചു ശരി, എന്തായാലും കൊച്ചു കുരങ്ങനെയൊക്കെ കണ്ടോട്ടെ എന്ന് വെച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മരത്തിന്റെ അവിടെ ഒത്തിരി നേരമായി കുറച്ചിങ്ങനെ ഇളകുന്ന പോലെ തോന്നിയായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ക്യാമറ അങ്ങോട്ടേക്കൊന്ന് തിരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കുരങ്ങൻ കഷ്ടപ്പെട്ട് ഒരു മരത്തിന്റെ മുകളിൽ കയറി നിന്ന് ഒരു മരം അതിശക്തിയായിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ അതിലുണ്ടായിരുന്നൊരു കായ പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കുരങ്ങൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടായിരുന്നത്. പിന്നെ ആ കുരങ്ങന്റെ ആ സാഹസവും ഇതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കും പോയി.